ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ ബിൽഡിങ്ങിന് മുന്നിലാണ്. ഇത് ബിൽഡിങ്. ഇവിടെ A23 ആയിരുന്നു എൻ്റെ ക്ലാസ് റൂം. A23 എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൽ 2ാം നിലയിൽ 3ാം ക്ലാസ്, 3ാമത്തെ ക്ലാസ് റൂം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് ഡിഗ്രി ലിറ്ററേച്ചർ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പാലായി വന്നപ്പോൾ എനിക്കൊരു മോഹം തോന്നി ഇവിടെ ഒന്ന് വരണമെന്ന്. കുറേ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു. ഇന്ന് ആ ആഗ്രഹം ഒന്ന് സാധിച്ചേക്കാം എന്നെൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ഇപ്പോൾ ഞാൻ ബിൽഡിങ്ങിൽ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. A23 ആയിരുന്നു ഞാൻ പഠിച്ച മാത്തമാറ്റിക്സ് ക്ലാസ്. PDCക്ക് 274 ആയിരുന്നു എൻ്റെ നമ്പർ. 1989 ജൂണിൽ ഇവിടെ വന്ന് ചേർന്നു. അപ്പോൾ C ബാച്ചായിരുന്നു എൻ്റെ. 274-ലായിരുന്നു മാത്തമാറ്റിക്സ് ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. പ്രഭാകരൻ സാറ്, മൈക്കിൾ സാറ്, ഇവരൊക്കെ ആയിരുന്നു മാത്തമാറ്റിക്സ് എനിക്ക് എടുത്തു തന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം കൂടി, ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ സാധിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ പിന്നെ ഞാനിവിടെ ഡിഗ്രിക്ക് പഠിച്ചു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ലിറ്ററേച്ചറിന് പഠിച്ച ബിൽഡിങ്ങാണ് ഈ കാണുന്ന B ബ്ലോക്ക്. ഇതിൽ B38-ലാണ് പഠിച്ചത്. അത് 457 ആയിരുന്നു അന്നത്തെ എൻ്റെ ക്ലാസ് നമ്പർ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഈ പുറകിൽ കാണുന്നത്, ഇപ്പോൾ കാണുന്നത് G ബ്ലോക്ക്. അവിടെ ഏതോ ഒരവറേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ C ബിൽഡിങ്ങൊക്കെ ഇതിന് പുറകിലായിരുന്നു. അതെല്ലാം ഒന്ന് ഓർത്ത് എടുക്കാനും ഒന്നുകൂടെ ഓർമ്മ പുതുക്കാനായിട്ട് പാലാ വരെ വന്നപ്പോൾ ഞാനിവിടെ വന്നതാണ്. എന്ത് രസമായിരുന്നു എന്ന് ഓർത്താൽ പറയാൻ പറ്റിയില്ലാത്ത അനിർവചനീയമായ ആനന്ദമായിരുന്നു. ഇന്നല്ല ഈ +2 ഒക്കെ ഉണ്ടായത്. അന്ന് 10ാം ക്ലാസ് ഒന്ന് കഴിയാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ പഠിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു, ബസ്സിൽ കയറി ഇവിടെ വന്നു. കാമകണ്ഡത്തിൽ നിന്നും ഇവിടം വരെ 30 പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. പാലാ വരെ 25 പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. KRK 9729 സന്ധ്യയിൽ കയറി ഇവിടെ വന്നിറങ്ങണേ 30 പൈസയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ KRK 8127 വിജയലക്ഷ്മിയിൽ കയറി ഇവിടെ വരാനും അതുതന്നെ. അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ. അന്ന് 1989-ൽ ഞാനിവിടെ പഠിക്കുമ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പാൾ അദ്ദേഹം OP ഈനാസ് ഒറ്റത്തെങ്കിൽ അച്ഛനായിരുന്നു. എന്നാ രസമായിരുന്നു എന്നറിയാമോ അച്ഛൻ്റെ ഓരോ നമ്മുടെ പഠിക്കുന്ന ക്ലാസ്സിലെല്ലാം അച്ഛൻ പയ്യെ വന്ന് നോക്കുമായിരുന്നു നമ്മളൊക്കെ ഉഴപ്പുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ഉഴപ്പുന്നവരെ അച്ഛൻ വേണ്ട രീതിയിൽ കൈകാര്യവും ചെയ്യുമായിരുന്നു. ഞാനും അച്ഛനും തമ്മിൽ ഭയങ്കര ഇഷ്ടക്കാരായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പറയുമ്പോൾ എൻ്റെ പിതാവ് 1961 മുതൽ 64 വരെ ഇവിടെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ BAക്ക് പഠിച്ചത്. അന്ന് അദ്ദേഹം ഇവിടുത്തെ സ്റ്റേറ്റ് സീനിയർ അണ്ടർ ഓഫീസറും ആയിരുന്നു. അതുപോലെ PDCക്ക് പഠിച്ചതും ഇവിടെയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം MAക്ക് കോഴിക്കോട് ദേവഗിരി പോയി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, അങ്ങനെ വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ കലാലയത്തിൽ ഒന്നുകൂടെ കാലുകുത്താൻ എനിക്ക് മോഹം തോന്നി. അങ്ങനെ ഞാൻ വന്നതാണ് ഇവിടെ. ഞാൻ 1989-ൽ ഇവിടെ പഠിക്കുമ്പോൾ KSU പാനലടച്ച് ജയിച്ച ഒരു വർഷമായിരുന്നു. ഇന്ന് പൂഞ്ഞാറിൽ നിന്ന് ജയിച്ച അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ, അദ്ദേഹവും ഞാനും കൊളീഗ്സുകളാണ്. അദ്ദേഹം എൻ്റെ സീനിയറായിട്ട് അന്ന് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് പാനലടച്ച് KSU ജയിച്ചൊരു വർഷമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമല്ലേ ഓരോ മനുഷ്യന് വലുത്. അങ്ങനെ മനസ്സിൻ്റെ തീവ്രമായ ഒരു ആഗ്രഹമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒന്ന് വരണമെന്നുള്ളത്. ആ ആഗ്രഹം നടത്താൻ ഞാൻ പാലാ വരെ വന്നപ്പോൾ ഇവിടം വരെ വന്നതാണ് സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.